നമസ്കാരം. നാളെ ജൂൺ 22 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് കാര്യങ്ങൾ എന്തെല്ലാം ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. രാശിപ്രകാരം നോക്കുമ്പോൾ ഈ രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് നാളെ ഉള്ളത്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാവുകയും ചെയ്യും. കൂടാതെ ചില കാര്യങ്ങൾ നാളെ പ്രത്യേകമായി ചെയ്യുന്നതും ശുഭകരമായി തീരും. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില ആവശ്യമില്ലാത്തതായ ചിന്തകൾ, ആലോചിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ ആലോചിക്കാൻ പാടില്ലാത്തതുമായ ചില ചിന്തകൾ കടന്നു വന്നു എന്ന് വരാം. മാനസികപരമായ പ്രയാസങ്ങൾക്ക് അത് കാരണമായി തീരാം. എന്നാൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുകയോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. സാമ്പത്തികപരമായ ചെലവുകൾ ഇന്നേ ദിവസം വർദ്ധിക്കുന്നതായ സമയമാണ്. അതായത് ചെലവുകൾ അല്പം ഒന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുക, സൗഹൃദവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം കടന്നു വരാം. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായ ദിവസമാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുക. ദീർഘനാളായി നിങ്ങൾ കാത്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സമാധാനം ഉടലെടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ചെലവുകൾ അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ജോലിയെ പറ്റിയുള്ള ചിന്തകൾ അല്ലെങ്കിൽ പുതിയ ജോലിക്കായി ശ്രമങ്ങൾ, അതിനുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ചില കാര്യങ്ങളിൽ ആധി വന്നു ചേരാം, എങ്കിലും മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാവുന്നതാണ്. ഇന്നേ ദിവസം അനുകൂലമായ പിന്തുണ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അനുയോജ്യമായ സമയം തന്നെയാണ് ഇന്നേ ദിവസം. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ വന്നു ചേരാം. യാത്രകൾക്കുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം അതിരാവിലെ സൂര്യദേവനെ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് സൂര്യമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും സൂര്യനെ അതിരാവിലെ തന്നെ വണങ്ങുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരുന്ന സമയമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ സാധിക്കും. മാനസിക വിഷമങ്ങൾ ഉണ്ടാകും, എങ്കിലും അത് നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ മുൻകോപം നിയന്ത്രിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. നിർണായകമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ഉപദേശങ്ങൾ ഇന്നേ ദിവസം ലഭിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായി വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങൾ, അതിനുള്ള സാധ്യതകൾ തെളിയുന്ന ദിവസമാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമാകുന്ന സമയമാകുന്നു. പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അല്പം ടെൻഷൻ വന്നു ചേരാം, എങ്കിലും
അത് തിരികെ നൽകുവാനോ അല്ലെങ്കിൽ അല്പം സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹായം, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കും. ആത്മാർത്ഥമായ ശ്രമങ്ങൾ വിജയിക്കും. പുതിയ സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനയോഗത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത്തരം കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ടതായി വരാം. അംഗീകാരങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. ദൂരദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കോ ഇന്നേ ദിവസം സാധ്യത കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേരും എങ്കിലും സന്തോഷത്തോടെ തന്നെ ഇന്നേ ദിവസം മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക നഷ്ടത്തിന് അല്പം സാധ്യതകളുണ്ട്. അത് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യാത്തതിനാലാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം സൂര്യഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിരാവിലെ ഉണർന്ന് വിളക്ക് തെളിയിച്ച് സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും അതിരാവിലെ സൂര്യനെ വണങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഇന്നേ ദിവസം ആത്മാർത്ഥമായി തന്നെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും അത് വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ സാധിക്കും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനയോഗത്തിനുള്ള സാധ്യതകളുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ ദൂരദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രകളോ കടന്നു വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പൊരുത്തപ്പെട്ട് പോകേണ്ടതായ സാഹചര്യം വന്നു ചേരാം. അത്ര എളുപ്പമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതായത് ചില മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ചില ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതായി വരാം. മുൻകോപം നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായ സമയമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചെലവുകൾ ഇന്നേ ദിവസം വർദ്ധിക്കുന്നതാണ്. പല വിധത്തിലും ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുക, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പല കാരണങ്ങൾ കൊണ്ടും സാധിക്കുന്നതായ ദിവസമാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എടുത്തുചാടാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം എടുത്തുചാടി ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നഷ്ടങ്ങൾ, വിഷമങ്ങൾ വന്നു ചേരാം. മുൻകോപം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതിനാൽ ആലസ്യം ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് വിളക്ക് തെളിയിച്ച് സൂര്യമന്ത്രങ്ങൾ, സൂര്യദേവന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ സൂര്യഭഗവാനെ വന്ദിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാക്കുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾ ശ്രമിക്കുക.